ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് വെച്ചാൽ ഡക്റ്റ് ഡിസൈൻ ആണ്. അധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് തിയറി പാർട്ട് മാത്രമേ പഠിക്കാനുള്ളൂ ഡക്റ്റ് ഡിസൈനിൽ നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ബേസിക് ആയിട്ട് നമുക്ക് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഡക്റ്റിന്റെ ഷേപ്പിനെ പറ്റിയിട്ടാണ്. തുറന്നിട്ട് തുടങ്ങാം, ബാക്കിയുള്ള ആൾക്കാരും കൂടി വരട്ടെ, നമുക്ക് തുടങ്ങാം. ഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും ഇവിടെ തൊട്ട് എഴുതി തുടങ്ങാം കേട്ടോ. ഡക്റ്റിന്റെ ഷേപ്പ് തൊട്ടങ്ങ് എഴുതി തുടങ്ങിക്കൊള്ളാം. ഏകദേശം ആൾക്കാരായില്ലേ? 24 ആളായി. ഓക്കെ, അത് മതി. ഇപ്പൊ ഡക്റ്റ് ഷേപ്പ് നമുക്ക് തുടങ്ങാം. ഡക്റ്റ് ഡിസൈനിൽ ബേസിക് ആയിട്ട് വരുന്ന ഫസ്റ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ അതിന്റെ ഷേപ്പിലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ശരിക്കും സർക്കുലർ ഡക്റ്റ് ആണ്, കാരണം അതിൻ്റെ അകത്ത് ഫ്രിക്ഷൻ ലോസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ സർക്കുലർ ഡക്റ്റ് ആണ് ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ ഉണ്ടാക്കുക മെയിനായിട്ട് നിങ്ങൾ റിയൽ ലൈഫിൽ കാണുന്നത് മിക്കവാറും സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഡക്റ്റുകളായിരിക്കും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ ഡക്റ്റ് തന്നെയാണ് നമ്മളുടെ ബെസ്റ്റ് ഡിസൈനിൽ വരുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ലെങ്ത്തിൽ സർക്കുലർ ഡക്റ്റ് അത്രയും വലിയ ഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ റെക്ടാങ്കുലർ അല്ലെ സ്ക്വയർ ആണ് ഉണ്ടാക്കുക. കാരണം നിങ്ങൾക്ക് അറിയാം, ഷീറ്റ് മെറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഉണ്ടാക്കില്ല. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞൊരു ടേം. ആസ്പെക്ട് റേഷ്യോ ഇന്നലെ പറഞ്ഞതാണ്. ഇതിന്റെ റെക്ടാങ്കിൾ അല്ലെ സ്ക്വയർ ടൈപ്പ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. സോ ഇതിനൊരു ലെങ്ത് ഉണ്ടാവും, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും. ഈ ലെങ്ത് ബൈ ബ്രെഡ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതിന്റെ റേഞ്ച് പോകേണ്ടതെന്ന് വെച്ചാൽ 1 to 4 വരെയാണ് മാക്സിമം ലിമിറ്റ് വരുന്നത്. ഓക്കെ, ആസ്പെക്ട് റേഷ്യോ ഷുഡ് ബി റേഞ്ചിങ് ഫ്രം 1 to 4. 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ലെങ്ത് ബൈ ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, മുകളിലും താഴത്തും ഒരേ വാല്യൂസ് ആണ്. അപ്പൊ അത് ഏത് ടൈപ്പ് ആയിരിക്കും, സ്ക്വയർ ടൈപ്പ് ആയിരിക്കും അല്ലെ. സ്ക്വയറിനല്ലേ രണ്ട് സൈഡിലും ഒരേ, ഇപ്പൊ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 തന്നെ ആയിരിക്കും ഡയമെൻഷൻസ് വരിക. സോ 4/4 വിൽ ബി ഈക്വൽ ടു 1. സോ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ആസ്പെക്ട് റേഷ്യോ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ക്വയർ ടൈപ്പ് ആണ്. അതേപോലെ തന്നെ അതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അതിനർത്ഥം അത് റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാകുക. സോ ബേസിക്കലി ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ബെസ്റ്റ് ടൈപ്പ് സർക്കുലർ ഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുക. നിങ്ങൾ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിന്റെ അകത്തൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് എന്താ കണ്ടുപിടിക്കുക, ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടേംസിലാണ് നമ്മൾ ഡക്റ്റിന്റെ ഡയമെൻഷൻസ് പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം, റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം അതിൻ്റെ അകത്തില്ല, ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളത് അല്ലേ.
സർക്കുലാറിന്റെ കേസിലാണ് നമ്മൾ ഐഡിയലായിട്ട് എടുക്കുക. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് സർക്കുലാർ ഷേപ്പ് ആണെന്ന് വിചാരിച്ചിട്ട് എടുക്കുക. എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഷേപ്പ് ആണെങ്കിൽ അതിനെന്തില്ല, ഡയമീറ്റർ എന്ന് പറഞ്ഞ ഐറ്റം ഇല്ല. സോ ആ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെച്ചാൽ ഒരു ടേം ഉണ്ട്, ഇക്വാലന്റ് ഡയമീറ്റർ എന്ന് പറയും. ഇക്വാലന്റ് ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇപ്പം കൺസിഡർ സ്ക്വയർ ടൈപ്പ് ആണെന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യാമല്ലോ. അപ്പൊ ആ സർക്കിളിന്റെ ഡയമീറ്റർ, അതിനാണ് നമ്മൾ ഇക്വാലന്റ് ഡയമീറ്റർ എന്ന് പറയുന്നത്. റെക്ടാംഗുലർ ഷേപ്പ് ആണെന്ന് കൺസിഡർ ചെയ്തു. റെക്ടാംഗുലർ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുക ബേസിക് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഈ ഒരു ഡയമീറ്ററിനെയാണ് നമ്മൾ ഇക്വാലന്റ് ഡയമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും ടേംസേ ഉള്ളൂ. നമ്മൾ ഡയമീറ്റർ ആണ് കണക്കൂട്ടുക, പക്ഷേ ഡയമീറ്റർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലന്റ് ഡയമീറ്റർ ആയിരിക്കും. കാരണം ഇൻ പ്രാക്ടിക്കൽ കേസസ് വി വിൽ ബി ചൂസിങ് സ്ക്വയർ ഓർ റെക്ടാംഗുലർ ഷേപ്പ്. സോ ഡയമീറ്റർ ഈസ് മെന്റ് ബൈ എന്തെന്ന്, ഇക്വാലന്റ് ഡയമീറ്റർ. അത് ചെറിയൊരു പോർഷൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് വരുന്നത് ഇതാണ്, ഡക്ട് ഡിസൈൻ. 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ ഡക്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ്, രണ്ടാമത്തത് ഈക്വൽ ഫ്രിക്ഷൻ method, and the third one static regain method. 3 ടൈപ്പ് മെത്തേഡാണ് നമ്മൾ ബേസിക് ആയിട്ട് ഡക്ട് ഡിസൈനിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അതിനു മുമ്പിട്ട് നമുക്ക് ഡക്ട് എന്താന്ന് നോക്കാം. നമ്മളുടെ സപ്ലൈ എയർ, കൂളിംഗ് കോയിൽ അല്ലെ തൽക്കാലം എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഓർ അതർവൈസ് AHU. AHU എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാ കൂളിംഗ് കോയിലും അങ്ങനെ വരുന്ന എയറും കാര്യങ്ങളൊക്കെ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ സപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആളാണ് ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് നിന്ന് നമ്മൾ എവിടത്തേക്ക് കൊടുക്കും, നമ്മൾ ഓരോ റൂമിലേക്ക് ഡക്റ്റ് വഴിയാണ് ഇതിനെ പാസ് ചെയ്യിക്കുന്നത്. സോ ഫസ്റ്റ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് നിന്ന് പുറത്തേക്ക് വരുന്ന ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ഡക്റ്റ്. മെയിൻ ഡക്റ്റിൽ നിന്ന് നമ്മൾ ഓരോ പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ഓരോ റൂമിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. മെയിൻ ഡക്റ്റ് എന്നാണ് നമ്മൾ ഓരോ റൂമിലേക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പോകും. അപ്പോൾ ആ സപ്ലൈ ചെയ്യുന്ന എയറിനെ ഡക്റ്റിനെ നമ്മൾ പറയുന്നത് സപ്ലൈ ഡക്റ്റ്. ഓക്കെ, 2 ഡക്റ്റാണുള്ള, മെയിൻ ഡക്റ്റ്, സപ്ലൈ ഡക്റ്റ്. ഇനി ഇതിന് പുറമെ ഒരു ഡക്റ്റും കൂടി ഉണ്ട്. നമ്മൾ ഈ എയറിനെ, റൂമിൻ്റെ ഉള്ളിലുള്ള എയറിനെ തിരിച്ച് എവിടത്തേക്ക് കൊടുക്കുന്നുണ്ട്, റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ചെറിയൊരു പോർഷൻ ഓഫ് എയർ നമ്മൾ റീസർക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ രണ്ടാമത് ഈ AC സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡക്റ്റിനും കൂടി ഒരു പേരുണ്ട്, അതാണ് എന്തായിരിക്കും, റീസർക്കുലേറ്റിംഗ് ഡക്റ്റ്. അങ്ങനെ 3 ഡക്റ്റാണ് നമുക്കുള്ളത്, മെയിൻ ഡക്റ്റ്, സപ്ലൈ ഡക്റ്റ്, പിന്നെ റീസർക്കുലേറ്റിംഗ് ഡക്റ്റ്. 3 ടൈപ്പ് ഓഫ് ഡക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെത്തേഡിനെ പറ്റിയിട്ടാണ്. വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ്, ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡ് ആൻഡ് സ്റ്റാറ്റിക് റീഗെയിൻ മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡക്റ്റ് വരച്ച സമയത്ത്
കാണാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്നൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എയർ ബ്ലോവറൊക്കെ വെച്ചിട്ട്, അതൊക്കെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ അകത്ത് വരുന്നതാണ്. സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഈ ലാസ്റ്റിലേക്കുള്ള റൂമിൽ വരെ സെയിം വെലോസിറ്റിയിൽ ആയിരിക്കില്ലല്ലോ കിട്ടുക. ലാസ്റ്റ് ഒരു റൂം ഉണ്ടെന്ന് വിചാരിക്കും, എല്ലാ റൂമിലും ഒരേ വെലോസിറ്റിയിലായിരിക്കില്ലല്ലോ ഇവിടത്തേക്ക് എന്ത് കിട്ടുക, നമ്മളുടെ എയർ സപ്ലൈ നടക്കുക. സോ ആ സമയത്താണ് നമ്മൾ ഈ വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, ഒന്നാമത്തെ പോയിന്റ് അതാണ്, ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സണ് മാത്രമേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം കുറേ വർക്കുകൾ ചെയ്താൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു റൂം എന്ന് വെച്ചാൽ ക്ലാസ് റൂം 1 ആണെന്നായിരിക്കും, ക്ലാസ് റൂം 1 ആണെന്നായിരിക്കും. അതേപോലെ തന്നെ മുകളിൽ കണ്ടത് ക്ലാസ് റൂം 2, അങ്ങനെ വരുന്നുണ്ട്. നമുക്കറിയാം ക്ലാസ് റൂം 1 ചിലപ്പോൾ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടാവും. അതേസമയം ചിലപ്പോൾ ക്ലാസ് റൂം 2 ചിലപ്പോൾ ഒരു 30 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ഓരോ സ്ഥലത്തുള്ളയും എന്ത് മാറ്റമായിരിക്കും, നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് എയർ സപ്ലൈ ചെയ്യേണ്ടത് മാറ്റമായിരിക്കും. അപ്പം നമ്മൾ ഏകദേശം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എത്രത്തോളം വെലോസിറ്റിയിൽ ഓരോ റൂമിൽ സപ്ലൈ ചെയ്യണമെന്ന് അറിയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെലോസിറ്റീനെ മെയിനായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, 5/4 d². ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇക്വാലന്റ് ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റു വെലോസിറ്റി. സോ വെലോസിറ്റി ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഓരോ റൂമിലേക്കുള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. Q ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഡയമീറ്റർ എത്രയാണെന്ന് അസ്യൂം ചെയ്യുന്നത്. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഹൗ മച്ച് ഇറ്റ് വിൽ ബി. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെലോസിറ്റി നമ്മൾ അസ്യൂം ചെയ്യുക, ഓരോ റൂമിലേക്ക് എത്രത്തോളം വെലോസിറ്റിയിൽ നമ്മളത് സപ്ലൈ ചെയ്യേണ്ടി വരും. സോ അത് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ Q നമ്മൾ കണ്ടുപിടിക്കുന്നത്, Q എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്തത് ഡിസ്ചാർജ് ആണ്. സോ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു എനിക്കറിയാം ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഡിസ്ചാർജ്. സോ ഡിസ്ചാർജിന്റെ ഏരിയന്റെ ഇക്വേഷൻ വരുന്നത് 5/4 d² ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ അസ്യൂം ചെയ്യുന്നു. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് വന്നിട്ട് അത് അസ്യൂം ചെയ്യുക. സോ ഡിസ്ചാർജ് നമ്മൾക്ക് ഓൾറെഡി അറിയായിരിക്കും എത്രത്തോളം. നമ്മൾ ഇവിടുത്തെ ഹീറ്റിംഗ് കപ്പാസിറ്റി നോക്കിയിട്ട് എത്രത്തോളം എത്രത്തോളം കൂളിംഗ് ആവശ്യമുണ്ട് നോക്കിയിട്ട് അവിടുത്തെ ഡിസ്ചാർജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. കൂളിംഗ് കപ്പാസിറ്റി നോക്കി ഡിസ്ചാർജ് ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും, വെലോസിറ്റി അസ്യൂം ചെയ്തു. സോ we will be getting equivalent diameter from this equation. ഓക്കെ, അതാണ് ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നത്, വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഓരോ സ്ഥലത്തെത്തുന്നതിനനുസരിച്ച്, ദൂരം വഴിക്ക് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്താകും, റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു റെഡ്യൂസ് ചെയ്യുന്ന വെലോസിറ്റി ഒക്കെ നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ അസംഷൻ വഴി നമ്മൾ ഈ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, വെലോസിറ്റി റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയും. നെക്സ്റ്റ് ഉള്ളതാണ് ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡ്. ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡ് ഇതാണ് കോമൺലി യൂസ്ഡ്. അതിൻ്റെ അകത്ത് നമുക്കൊരു ഗ്രാഫ് ഉണ്ടാവും, നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് പോലെ തന്നെ there will be a graph. ഓക്കെ, ഗ്രാഫിൻ്റെ അകത്ത് you will be having size of duct, friction value, അങ്ങനത്തൊരു വലിയൊരു ഗ്രാഫ് ഉണ്ടാവും.
In equal friction method, we will be considering that the frictional drop throughout the duct length is considered as constant. ഇതും ഒരു അസംഷൻ മെത്തേഡ് തന്നെയാണ് പറയാ. ഒരു വലിയ ലെങ്ത് ഡക്ട്, ഇഫ് യു ആർ ഹാവിങ് a lengthy duct, when the air flows through duct, there will be frictional force acting between air and duct material. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അതേ ഫ്രിക്ഷനിലായിരിക്കില്ല നമ്മൾ ലാസ്റ്റ് ഡക്റ്റിന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക്. പക്ഷെ വി വിൽ ബി കൺസിഡറിങ് ദാറ്റ് ആ പ്രഷർ ഡ്രോപ്പ് ഇല്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡിന്റെ അകത്ത് we will be considering the frictional drop throughout the duct length is considered as constant. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഫ്രിക്ഷണൽ ഡ്രോപ്പ് എക്സിസ്റ്റ് ചെയ്യും, ബട്ട് വി വിൽ ബി കൺസിഡറിങ് അത് ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഫ്രിക്ഷണൽ ഡ്രോപ്പിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്തോന്ന്, പ്രഷർ ഡ്രോപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഡിവൈഡ് ബൈ യൂണിറ്റ് ലെങ്ത് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഡിസ്ചാർജ് അറിയണം. സോറി, ഇവിടെ സൈസ് ഓഫ് ഡക്റ്റ് അല്ല, ഡിസ്ചാർജ് ആണ്. ഗ്രാഫിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ആൻഡ് ഫ്രിക്ഷണൽ വാല്യൂസ് ആയിരിക്കും. സോ ഡിസ്ചാർജ് ആൻഡ് ഫ്രിക്ഷൻ വാല്യൂ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഗ്രാഫിൻ്റെ അകത്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഒരു വാല്യൂ ഉണ്ട് ഫ്രിക്ഷൻ 0.001 ആൻഡ് വി ആർ ഹാവിങ് അനദർ വാല്യൂ ഓഫ് ഡിസ്ചാർജ് ഒരു 100 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സോ വി ക്യാൻ പ്ലോട്ട് ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാം ബൈ ഇന്റർസെക്ഷൻ മെത്തേഡ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ആയിരിക്കും, ഡയമീറ്റർ ഓഫ് ഡക്ട്. പിന്നെ കൺസിഡർ അനദർ പോയിന്റ്, ഫ്രിക്ഷൻ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത്രയാണ്, ഡിസ്ചാർജ് വി ആർ ഹാവിങ് ദിസ് മച്ച്. നമുക്ക് അനദർ പോയിന്റ് കിട്ടും, ഇവിടെ എന്തായിരിക്കും, ഡയമീറ്റർ ഓഫ് ഡക്ട്. ഓക്കെ, ആ ഒരു റേഞ്ചിൽ വരുന്ന എല്ലാത്തിനും സെയിം ഡയമീറ്റർ ഓഫ് ഡക്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് അനദർ മെത്തേഡ് വരുന്നത്, ഈക്വൽ ഫ്രിക്ഷൻ മെത്തേഡ്. കൺസിഡർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമ്മൾ സെയിം ഫ്രിക്ഷൻ ആണ് എന്ന് കൺസിഡർ ചെയ്തിട്ട് അസംഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് ഡയമീറ്റർ ഓഫ് ഡക്ട് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ്, സ്റ്റാറ്റിക് റീഗെയിൻ മെത്തേഡ്. ഇത് നോട്ട് യൂസ്ഡ് ആണ്, നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതൊരു തിയററ്റിക്കൽ കണ്ടീഷനിൽ നമുക്ക് പറയാന്നേ ഉള്ളൂ. കൺസിഡർ എ നെറ്റ്വർക്ക് ഓഫ് ഡക്ട്. ലാസ്റ്റ് ഒരു റൂമും കൂടി, ക്ലാസ് റൂമാണെന്ന് കൺസിഡർ ചെയ്യും. ലാസ്റ്റ് ഉള്ളത് ലാബാണെന്നൊക്കെ വിചാരിച്ചു. When supply air enters
നമുക്ക് ഇവിടുത്തെ സ്റ്റാറ്റിക് പ്രഷർ നേരത്തെ പറഞ്ഞ അതേ പ്രഷർ തന്നെയാണ്. പ്രഷർ എന്ത് ചെയ്യും, ഇവിടെ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കൊക്കെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ റെഡ്യൂസ് ചെയ്ത പ്രഷറിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഓരോ ഫാന് പ്രൊവൈഡ് ചെയ്യും. ഫാൻ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ലാബിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം ചിലപ്പോൾ റെഡ്യൂസ് ആയിട്ടുണ്ടാവും. സോ ആ സ്റ്റാറ്റിക് പ്രഷറിനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റെഡ്യൂസ് ചെയ്യുന്നതിന് പകരം റീഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫാൻ യൂസ് ചെയ്തിട്ട് ഈ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൻ്റെ അകത്ത് ഫോളോ ചെയ്യും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം നമുക്കറിയാം ഡക്റ്റിൻ്റെ ഉള്ളിൽ ഫാൻ വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ആ സമയത്ത് നമ്മൾ ലാസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ഈക്വൽ ഫ്രിക്ഷൻ ആണെന്ന് കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഇത് കോംപ്ലക്സ് സിസ്റ്റം ആണ്, ഇത് യൂസ് ചെയ്യാറില്ല. മെത്തേഡ് സെയിം തന്നെ, ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ എടുത്ത് എഴുതുക തന്നെ ചെയ്യാം. ഓക്കെ, ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്ട്രാ ഫാന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തോളം റീഗെയിൻ ചെയ്യാൻ വേണ്ടി, സ്റ്റാറ്റിക് പ്രഷർ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫാന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് വരെ സെയിം പ്രഷറിൽ ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കും. ഡയമീറ്റർ ഡിസ്ചാർജ് നമുക്കറിയാം, ഡിസ്ചാർജ് എനിക്കറിയെങ്കിൽ ഫ്രിക്ഷൻ വാല്യൂ അറിയായിരിക്കും. സ്വാഭാവികമായിട്ട് എനിക്ക് ഇവിടുന്ന് ഡയമീറ്റർ ഓഫ് പൈപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, 3 മെത്തേഡാണുള്ളത്. നെക്സ്റ്റ് നമുക്കറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടോപ്പിക്കാണ് AC requirement in cinema theater, AC requirement in restaurants, and AC requirements in computer. ഓക്കെ, കമ്പ്യൂട്ടർ കഫേ എന്നിട്ടും പറയാം. ഈ 3 സ്ഥലത്തുള്ള AC റിക്വയർമെന്റ്സിനെ പറ്റിയിട്ടാണ് ലാസ്റ്റ് ടോപ്പിക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിനിമ തിയേറ്ററിൽ എന്തൊക്കെയാണ് വരുന്ന കൺസിഡറേഷൻസ് നോക്കാം. ഇതൊക്കെ പക്കാ തിയറിയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ AC സിസ്റ്റം requirements in cinema theater. ഓക്കെ, സിനിമ തിയേറ്ററിൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഉണ്ടാകുക, അല്ലെ? കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൻ്റെ അകത്ത് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടാവും. മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടാവും ഇൻ എ സ്മോൾ ഏരിയ. അപ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്തൊക്കെയായിരിക്കും? കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ആ സമയത്ത്. ഒന്നാമത് കൺസിഡർ ചെയ്യേണ്ടത് ക്വാളിറ്റി ഓഫ് എയർ ആണ്. ക്വാളിറ്റി ഓഫ് എയർ മസ്റ്റ് ബി ഹൈ, ബിക്കോസ് മെയിൻ യൂട്ടിലൈസ് ചെയ്യുന്ന ആരാന്ന്? പീപ്പിൾ ആണ് അവിടെ ഇരിക്കുന്നത്. സോ നല്ല ക്വാളിറ്റി ഓഫ് എയർ ആയിരിക്കണം, നല്ല ഫിൽറ്റേർഡ് ആയിട്ടുള്ള എയർ വേണം ഇവിടെ വരാൻ. അതേപോലെ തന്നെ കംഫർട്ട് ഓഫ് പീപ്പിൾ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. കംഫർട്ട് ഓഫ് പീപ്പിൾ ഓർ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ് ആണ് നമുക്ക് ഇവിടെ, കംഫർട്ട് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ് നെക്സ്റ്റ് കൺസിഡറേഷൻ വരുന്നത്. വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും? എന്തൊക്കെയാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്? AC റിക്വയർമെന്റ്സിൽ എന്തൊക്കെയായിരുന്നു അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരിക സിനിമ തിയേറ്ററിൻ്റെ അകത്ത്?
എന്നാൽ നമുക്കറിയാം പ്രൊജക്ടേഴ്സ് ഉണ്ട്. പ്രൊജക്ടറൊക്കെ നല്ലോണം ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പ്രൊജക്ടേഴ്സ് നല്ലോണം ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. സോ പ്രൊജക്ടേഴ്സിന്റെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഹീറ്റ് റിജക്ഷനെ അബ്സോർബ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തിൻ്റെ അകത്ത് നോക്കാനുള്ളത്, സിനിമാ തിയേറ്ററിന്റെ കേസിൽ നമുക്ക് നോക്കാനുണ്ട്. അതേസമയം എ സി റിക്വയർമെന്റ്സ് ഇൻ എ സി സിസ്റ്റം റിക്വയർമെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ് എടുക്കും. ഇവിടെയാണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാനുള്ളത്. ഹോസ്പിറ്റൽസിന്റെ കേസിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഓരോ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. ഇഷ്ടംപോലെ സോൺസ് ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത്, അല്ലേ? നമുക്ക് വേണ്ടത് ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങൾ വേണം. മൂവ്മെന്റ് ഓഫ് എയർ, പിന്നെ പറഞ്ഞത് പ്യൂരിറ്റി ഓഫ് എയർ, അല്ലെ ക്വാളിറ്റി. പിന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ. ഹ്യൂമിഡിറ്റി കൺട്രോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലമാണ് നമ്മുടെ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഹോസ്പിറ്റൽസിൽ ഇഷ്ടംപോലെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ പേഷ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ബ്ലഡ് ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ കുറെ ഏരിയാസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഹ്യൂമിഡിറ്റി കൺട്രോൾ ഇവിടെ കീൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. വെറുതെ തണുപ്പിച്ചാൽ മാത്രം പോരാ, ഓരോ ഹ്യൂമിഡിറ്റി ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക. സോ ഹ്യൂമിഡിറ്റി കൺട്രോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എടുക്കുന്നതിൽ. പിന്നെ നമുക്ക് ഓരോ പാർട്ടീഷൻ വെച്ച്, നമുക്ക് ഓരോ സ്ഥലം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഓരോ ആൾക്കാരെ എയർ കണ്ടീഷനിങ് സോൺസ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് വരുന്നത് പ്രൈം ഇമ്പോർട്ടൻസ് പേഷ്യൻസിന്റെ കംഫർട്ടാണ്. രണ്ടാമത് വരുന്ന ICU എല്ലാവർക്കും അറിയാം. ICUവിൽ നമ്മൾ പേഷ്യൻസിന്റെ കംഫർട്ട് മാത്രം നോക്കിയാൽ പോരാ, ഈ ബാക്ടീരിയ, ഫംഗസ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലേ? അപ്പൊ അതിനെയൊക്കെ കില്ല് ചെയ്യുന്നൊരു സോണാണ് ഈ ICU എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ ആൾക്കാരൊന്നും ICUവിലേക്ക് അപ്പാട് കടത്തിവിടൊന്നുമില്ല. നമുക്ക് അത്രയും പെർമിഷനൊക്കെ ഉണ്ടാവണം. ഒരു പേഴ്സണൊക്കെ ചിലപ്പോൾ ഉള്ളിലേക്ക് കടത്തിവിടുകയൊക്കെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ഉള്ള ആൾക്കാർ പണ്ട് തൊട്ടേ ഹാൻഡ് സാനിറ്റൈസിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. കണ്ടിട്ടുണ്ടാവും ഡോക്ടർമാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിൽ കയറുമ്പോഴൊക്കെ നിരന്തരമായിട്ട് സാനിറ്റൈസ് ചെയ്യും. ഓക്കെ, അത് കാരണം ICU എന്ന് പറഞ്ഞത് അത്രയും നമുക്ക് കീൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ. പിന്നെയുള്ളതാണ് ഹോസ്പിറ്റലിലുള്ള ലബോറട്ടറീസിൽ അവിടെ മെയിൻ ആയിട്ടുണ്ടാവുക എക്യുപ്മെന്റ്സ് അല്ലെ മെഷീനറീസ് ആണ്. എക്യുപ്മെന്റ്സ് ഓർ മെഷീനറീസ്. സോ ലബോറട്ടറീസിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ എക്യുപ്മെന്റിന്റെയും മെഷീനറീസിന്റെയും വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ MRI അല്ലെ CT സ്കാൻ യൂണിറ്റ്. അത് നിങ്ങൾക്ക് അറിയുന്ന ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതിനെ പറ്റിയിട്ട് അവിടെ എന്താണോ അവിടുത്തെ ഇമ്പോർട്ടൻസ്, ഏതിനാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതൊക്കെ വിശദീകരിച്ച് എഴുതൽ മാത്രമാണ് ഈ AC സിസ്റ്റം റിക്വയർമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം ഹോസ്പിറ്റൽസിൻ്റെ അകത്തുള്ള AC സിസ്റ്റം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്ലോക്ക് ഡയഗ്രാം കൂടി വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നേരത്തെ ഞാൻ ക്ലാസ് റൂമിന്റെ ചിത്രം വരച്ച പോലെ തന്നെ നമ്മൾ AC സിസ്റ്റം എടുക്കുക, ഓരോ റൂം എടുക്കുക, ഇത് പേഷ്യന്റ് വാർഡെന്നോ അങ്ങനെ ഇട്ട് എഴുതുക. പിന്നെ വേറൊരു സിസ്റ്റം എടുക്കുന്നു,
അവിടെ വേണമെങ്കിൽ ICU ഒന്ന് ഇടാം. വേറെ ഒരു പോർഷൻ എടുക്കുന്നത് നമുക്ക് MRI ആൻഡ് CT സ്കാൻ ഇടാം. ഒരു പോർഷൻ എടുക്കുന്ന ലബോറട്ടറി. ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കും. പിന്നെ കൂളിംഗ് കോയിലും ഒരു ഫാനും കൂടി ചേരുന്ന പോർഷനാണ് നമ്മൾ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്. അതാണ് സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഇതിനെയാണ് നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത്. അല്ലാണ്ട് ഹോസ്പിറ്റൽ ഫുള്ളായിട്ട് വരയ്ക്കണമെന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ അകത്തുനിന്ന് ഓരോ സെപ്പറേറ്റ് പൊസിഷൻ ഉണ്ടാവും. അവിടത്തേക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ജസ്റ്റ് എന്തിനാണ് ഇമ്പോർട്ടൻസ്, ഏതിനെയാണ് നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റുള്ള കമ്പ്യൂട്ടർ കഫേ അറിയായിരിക്കും. കമ്പ്യൂട്ടർ സെന്റർ അവിടുത്തെ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ മെയിൻ്റനൻസ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. രണ്ടാമത് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടു അട്രാക്ട് പീപ്പിൾ. ഇങ്ങനെന്താ അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ വെറുതെ എഴുതി വെച്ചോ എന്തൊക്കെയാന്നുള്ളത്. ഫുൾ ഗ്യാസ് ആണ്, പക്കാ ഗ്യാസ്. കമ്പ്യൂട്ടർ കഫേയിൽ എന്തൊക്കെ വേണമെന്നുള്ളത്. ഇത്രയാണ് നമ്മളെ 6th മോഡ്യൂളിൻ്റെ അതിലെ തിയറി പാർട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിക്കേണ്ടത് 6th മോഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് വിന്റർ AC, ഇയർ റൗണ്ട് AC സിസ്റ്റം. പിന്നെ സമ്മർ AC സിസ്റ്റം വരുന്നത് 5ാമത്തെ മോഡ്യൂളിലാണ്. വിന്റർ AC, ഇയർ റൗണ്ട് AC, പിന്നെ വിൻഡോ AC, പിന്നെ പാക്കേജ്ഡ്, പിന്നെ വരുന്ന ഡക്റ്റ് ഡിസൈൻ, ലാസ്റ്റ് ഉള്ളത് AC റിക്വയർമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് തിയറിയിൽ വരുന്നത് 6th മോഡ്യൂളിൽ. അപ്പൊ അത് ജസ്റ്റ് തിയറി പാർട്ടാണ്, ഫുള്ള് ഇരുന്ന് നോക്കുക. പിന്നെ ചിലപ്പം ഈ വിന്റർ ACന്റെ പ്രോബ്ലം വന്നാലേ. 6th മോഡ്യൂൾ സിമ്പിൾ മോഡ്യൂളാണ്, ഫുൾ തിയറിയാണ് മെയിനായിട്ട്. അതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മോഡ്യൂൾ. നിങ്ങൾക്ക് അറിയായിരിക്കും 5-6 മോഡ്യൂൾ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വരിക. അപ്പൊ അത് മറന്നു പോകാണ്ട് നോക്കുക. അറ്റൻഡൻസ് എടുക്കുക.